ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാം കഴിഞ്ഞു. നമുക്കതിൻ്റെ മാത്സ് സൊല്യൂഷൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം എക്സെട്ര പ്ലസ് 99ൻ്റെ സമ്മ് കാണാനാണ്. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n² ആയിരിക്കും. ഇവിടെ നമുക്ക് എത്ര സംഖ്യകളാണ് ഉള്ളതെന്ന് അറിയില്ല, പക്ഷെ 99 വരെയുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുകയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മുടെ nth ടേം എന്ന് പറയുന്നത് 99. അതിൽ നിന്ന് നമുക്ക് ഈ സംഖ്യകളുടെ എണ്ണം അല്ലെങ്കിൽ n എങ്ങനെ കാണാം? 99 കൂട്ടണം 1 ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എത്ര സംഖ്യകളുടെ എത്ര തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുകയാണ് കാണേണ്ടതെന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ട് 99 പ്ലസ് 1/2 ഈക്വൽ ടു 50 അതായത് 50 തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുകയാണ് നമുക്ക് കാണാനുള്ളത്. ഇനി നമുക്ക് തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n² എന്നറിയാം. ഇവിടെ നമ്മുടെ n എന്ന് പറയുന്നത് 50 ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 50² ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 2500. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വികരണത്തിന്റെ നീളം 18 സെന്റിമീറ്ററും അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം 216 സെന്റിമീറ്റർ സ്ക്വയറും ആയാൽ രണ്ടാമത്തെ വികരണത്തിന്റെ നീളം എത്രയായിരിക്കും? ഇവിടെ നമുക്ക് തന്നത് സമഭുജ ത്രികോണം എന്നാണ്. പക്ഷെ എന്തായാലും ഈ ക്വസ്റ്റ്യനിൽ തെറ്റുണ്ട്. സമഭുജ ത്രികോണത്തിന് ഒരിക്കലും വികരണം ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, സമഭുജ ത്രികോണത്തിന്റെ ഒരു വികരണത്തിന്റെ നീളം 18 സെന്റിമീറ്ററും അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം 216 സെന്റിമീറ്റർ സ്ക്വയറും ആയാൽ രണ്ടാമത്തെ വികരണത്തിന്റെ നീളം എത്രയായിരിക്കും? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ട്. എന്തായാലും ത്രികോണത്തിന് വികരണം ഇല്ല, അപ്പോൾ ഒരിക്കലും സമഭുജ ത്രികോണത്തിന്റെ എന്നായിരിക്കില്ല നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി അതൊരു സമഭുജ ചതുരമാണെങ്കിൽ സമഭുജ ചതുരത്തിന് വികരണങ്ങളുടെ നീളം തുല്യമാണ്. അപ്പോൾ എന്തായാലും സമഭുജ ചതുരമായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അധികം സമഭുജ സാമാന്തരികമായിരിക്കും. കാരണം ഇവിടെ നമുക്ക് D1ഉം D2 ഏരിയ എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു വികരണം തന്നിട്ടുണ്ട്, ഒരു വികരണം കാണണം, പിന്നെ ഏരിയയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സമഭുജ സാമാന്തരികത്തിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ D1 D2 ആണ്. D1 D2 എന്ന് പറയുന്നത് സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങളാണ്. നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് 216, പിന്നെ ഒരു വികരണം അത് D1 ആയി എടുക്കുകയാണെങ്കിൽ അത് 18 സെന്റിമീറ്റർ. അങ്ങനെയാണ് നമുക്ക് D2 കാണണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, ½ D1 D2 ഈക്വൽ ടു ഏരിയ ആണ്. അതായത് ½ × 18 × D2 ഈക്വൽ ടു 216. ½ × 18 9 ആവും. അപ്പോൾ 9 D2 ഈക്വൽ ടു 216. ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത 9 സമത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഡിവിഷൻ ആവും. അപ്പോൾ D2 ഈക്വൽ ടു 216/9. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് വികരണത്തിന് നീളം 24 സെന്റിമീറ്റർ എന്ന ഉത്തരം കിട്ടും. അടുത്ത നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, 2⁵ × 2⁵3 × 3² × 3⁴ × 5² all divided by 2�6 × 3⁵ × 5⁴ × 6 all raised to -1. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. a⁻m × a⁻n വിച്ച് ഈസ് ഈക്വൽ ടു a⁻m + n ആയിരിക്കും. അതായത് ഇവിടെ ഇപ്പോൾ 2⁵ × 2⁵3 നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തന്നിട്ടില്ലേ. അപ്പോൾ 2⁵ × 2⁵3 എന്തായിരിക്കും? 2⁵ 5 + 3 ആയിരിക്കും. അതായത് നമ്മുടെ താഴെയുള്ള സംഖ്യ എന്തായിരിക്കണം? തുല്യമായിരിക്കണേ. ഇനി a⁻m ഡിവൈഡ് ബൈ a⁻n ഇങ്ങനെ തരികയാണെങ്കിൽ ഇവിടെ വിച്ച് ഈസ് ഈക്വൽ ടു a⁻m - n ആയിരിക്കും. അതായത് ഒരേ ബേസ് ഉള്ള രണ്ട് സാധനം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പവേഴ്സ് ആഡ് ചെയ്യണം. അതേപോലെ ഒരേ ബേസ് ഉള്ള രണ്ട് സംഖ്യ ഡിവിഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ പവേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്യണം. അതായത് a ഇവിടെ സെയിം ആണ്. അപ്പോൾ a⁻m ഡിവൈഡ് ബൈ a⁻n എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു a⁻m - n ആയിരിക്കും. അതുപോലെ a⁻−1 അതെന്ന് വെച്ചാൽ വിച്ച് ഈസ് ഈക്വൽ ടു 1/a ആയിരിക്കും. അതുപോലെ അങ്ങനെയാണെങ്കിൽ a/b all raised to -1 എന്തായിരിക്കും? a താഴെയും പോവും, b മേലെയും വരും. അതായത് വിച്ച് ഈസ് ഈക്വൽ ടു b/a ആയിരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം.
നമുക്ക് തന്നത് 2⁵ ഇൻറ്റു 2⁵3 ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 3⁴ ഇൻറ്റു 5 സ്ക്വയർ ഡിവൈഡ് ബൈ 2⁵6 ഇൻറ്റു 3⁵3 ഇൻറ്റു 5⁴ ഇൻറ്റു 6 ഓൾ റേസ് ടു -1. ഇവിടെ 2⁵5ഉം 2⁵3ഉം ഒരേ ബേസ് ആണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് പവേഴ്സ് കൂട്ടി എഴുതാം. അതായത് 2⁵5 + 3 എന്ന് എഴുതാം. അതുപോലെ 3 നോക്കുമ്പോൾ 3 സ്ക്വയർ ഇൻറ്റു 3⁴ രണ്ടിൻ്റെ ബേസ് 3 സെയിം ആണ്. അതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 3⁵2 + 4 എന്ന് എഴുതാം. അതുപോലെ 5 സ്ക്വയറിന് പ്രത്യേകിച്ച് പറഞ്ഞു വരാത്തതുകൊണ്ട് അങ്ങനെ എഴുതാം. ഇനി താഴെ നോക്കുകയാണെങ്കിൽ 2⁵6 3⁵3 ഇൻറ്റു 5⁴, പിന്നെ 6നെ നമുക്ക് ഒന്നും കൂടി എന്താ പറയുക പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ അവിടെ വെറും 2 എന്ന് പറയുന്നത് എന്തായിരിക്കും 2⁵1 ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ 2⁵1 ഇൻറ്റു 3⁵1 എന്നുള്ള രീതിയിൽ എഴുതിയാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പവേഴ്സ് കൂട്ടി എഴുതാൻ സുഖമായിരിക്കും. അപ്പോൾ 2⁵5 + 3 2⁵8 ആക്കിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ 2⁵8 ഇൻറ്റു 3⁵6 ഇൻറ്റു 5 സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ 2⁵6. പിന്നെ നമ്മുടെ ഇപ്പോൾ 6നെ ഘടകങ്ങളാക്കിയ 2 ഇല്ലേ, അത് ഈ 2⁵6 ഇൻറ്റു 2⁵1 വരുമ്പം 2⁵6 + 1 ആവും. അതുപോലെ 3⁵3 ഇൻറ്റു 3⁵1 വരുമ്പോൾ 3⁵3 + 1 ആവും. പിന്നെ 5ന് വേറൊന്നും വരാത്തതുകൊണ്ട് അതേപോലെ 5⁴ ഓൾ റേസ് ടു -1. ഇനി ഇവിടെ നമുക്ക് 2⁵8 ഉണ്ട്. 2⁵8 ഇൻറ്റു 3⁵6 ഇൻറ്റു 5 സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ 2⁵7 ഇൻറ്റു 3⁵4 ഇൻറ്റു 5⁴ ഓൾ റേസ് ടു -1 ആവും. ഇനി ഇവിടെ 2⁵8 മേലെയും 2⁵7 താഴെയുണ്ട്. അപ്പോൾ 2⁵8 എന്ന് വെച്ചാൽ ശരിക്ക് അതിനൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ 2⁵7 ഇൻറ്റു 2⁵1 ആയിരിക്കും. അതാണല്ലോ 2⁵8. അപ്പോൾ നമുക്ക് വെട്ടി ചുരുക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ 2⁵7 ഇൻറ്റു 2 ഇൻറ്റു 3⁴ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ 2⁵7 ഇൻറ്റു 3⁴ ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഓൾ റേസ് ടു -1. ഇനി മേലെയും 2⁵7 ഉണ്ട്, താഴെയും 2⁵7 ഉണ്ട്. അത് നമുക്ക് ക്യാൻസൽ ആക്കാം. ഇനി മേലെയും 3⁴ ഉണ്ട്, താഴെയും 3⁴ ഉണ്ട്. അതും ക്യാൻസൽ ആക്കാം. മേലെയും 5 സ്ക്വയർ ഉണ്ട്, താഴെയും 5 സ്ക്വയർ ഉണ്ട്. അതും നമുക്ക് ക്യാൻസൽ ആക്കാം. അങ്ങനെയാണ് ബാക്കി വരുന്നത് എന്തൊക്കെയാണ് 2 ഇൻറ്റു 3 സ്ക്വയർ ഡിവൈഡ് ബൈ 5 സ്ക്വയർ ഓൾ റേസ് ടു -1. 2 ഇൻറ്റു 3 സ്ക്വയർ എന്താ 2 ഇൻറ്റു 9 വിച്ച് ഈസ് ഈക്വൽ ടു 18 അല്ലേ. അപ്പോൾ മേലെ എന്താവും 18 ആവും. പിന്നെ 5 സ്ക്വയർ എന്നുള്ളത് 25 ആവും. അപ്പോൾ 18/25 ഓൾ റേസ് ടു -1 എന്താ നേരെ അതിൻ്റെ റിവേഴ്സ് എഴുതുക 25/18. അപ്പോൾ നമ്മുടെ ഉത്തരം 25/18. അടുത്ത ക്വസ്റ്റ്യൻ 4, 11, 30, 67 ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഇവിടെ നമുക്ക് എനിക്കിങ്ങനെയാണ് ഉത്തരം കിട്ടിയത്. 4ഉം 11ൻ്റെയും ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 7 കിട്ടും. ഇനി 11ൻ്റെയും 30ൻ്റെയും ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 19 കിട്ടും. 30ൻ്റെയും 67ൻ്റെയും ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 37 കിട്ടും. ഇനി ഈ ഡിഫറൻസ് കാണുന്നത് അപ്പോൾ 7ൻ്റെയും 19ൻ്റെയും ഡിഫറൻസ് 12, 19ൻ്റെയും 30ൻ്റെയും ഡിഫറൻസ് 18. ഇനി 12ൻ്റെയും ഇനി അതിൻ്റെ ഡിഫറൻസ് കാണുകയാണെങ്കിൽ 12ൻ്റെയും 18ൻ്റെയും ഡിഫറൻസ് 6. അപ്പോൾ 12ൻ്റെ 6 കൂട്ടിയിട്ടാണ് 18 കിട്ടുന്നത്. അപ്പോൾ 18ൻ്റെ 6 കൂട്ടുകയാണെങ്കിൽ ഒരു 24 കിട്ടും അല്ലേ. അങ്ങനെയാണ് അങ്ങനെയാണ് നമുക്ക് അവിടെ 24 എഴുതാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിഫറൻസ് 7 അല്ലേ. 7ൻ്റെ ഈ സെക്കൻഡ് ഡിഫറൻസ് കൂട്ടിയിട്ട് 7 + 12 ആണ് 19. 19 + 18 37. 37 പ്ലസ് നമുക്ക് ഇപ്പം കിട്ടിയ 24 കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും 61. അപ്പോൾ 4 + 7 എന്ന് പറഞ്ഞാൽ 11ഉം 11 + 19 30 ആവും. 30 + 37 67 ആവും. 67 + 61 128 ആവും. എ എന്നത് പ്ലസും ബി എന്നത് ഇൻറ്റും സി എന്നത് മൈനസും ഡി എന്നത് ഡിവിഷനെയും സൂചിപ്പിച്ചാൽ 8b 12a 18 d 6c 2 എന്തായിരിക്കും? ഇവിടെ a = പ്ലസ് ആണ്, b = ഇൻറ്റു ആണ്, c = മൈനസ് ആണ്, d = ഡിവിഷൻ ആണ്. അങ്ങനെ നമ്മൾ തന്ന ക്വസ്റ്റ്യനിലേക്ക് ഈ ചിഹ്നങ്ങൾ മാറ്റിയിട്ട് ആൽഫബറ്റിക്സ് മാറ്റിയിട്ട് ചിഹ്നങ്ങൾ ചേർക്കുകയാണെങ്കിൽ 8 × 12 + 18 - 6 - 2
8 × 12 നമുക്ക് 96 കിട്ടും. 18/6 നമുക്ക് 3 കിട്ടും. അപ്പോൾ 96 കൂട്ടണം 3 -2 വരും. 3 - 2 1 അത് 96 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 97 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറഞ്ഞവയിൽ ഒറ്റയാൻ ഏത്? ഇവിടെ നമുക്ക് തന്നത് ത്രികോണം, ചതുരം, ചാപം, വൃത്താണ്. ഇവിടെ നമുക്ക് ഓഡ് വൺ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് ത്രികോണം, ചതുരം, വൃത്തം ഇതെല്ലാം എടുക്കുകയാണെങ്കിൽ ഇത് ക്ലോസ്ഡ് ആണ് അല്ലേ. ഇത് ഈ ചതുരം വരച്ച ആ സംഭവത്തിന് നമുക്കൊരു എന്താ പറയുക, ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു ഭാഗം കാണാൻ പറ്റൂല അല്ലെ, എല്ലാം കണക്റ്റഡ് അല്ലേ. പക്ഷെ ചാപം എന്ന് പറയുന്നത് എങ്ങനെയാ, ഒരു ലൈന് പോലെ ആക്കിയെടുക്കാൻ പറ്റൂലേ. പക്ഷെ ഒരു വൃത്തത്തിന് നമുക്കൊരു ലൈന് പോലെ ആക്കിയെടുക്കാൻ പറ്റൂലല്ലോ, നീട്ടി വയ്ക്കുകയാണെങ്കിൽ ഡബിൾ ലൈൻ വരും. പക്ഷെ ചാപം എന്ന് പറയുന്നത് നമുക്കൊരു സിംഗിൾ ലൈൻ ആക്കിയിട്ട് നീട്ടിയെടുക്കാൻ പറ്റുന്ന സാധനമല്ല, അതാണ് ഓപ്പൺ. മറ്റേത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ചാവാണ് ഓഡ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോളം 4πr² ആണെങ്കിൽ എന്തായിരിക്കും 3πr²? നമുക്കറിയാം ഗോളത്തിൻ്റെ എന്താണ് 4πr², ഗോളത്തിൻ്റെ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ വൃത്തത്തിൻ്റെ ഏരിയ എന്താ? πr² ആട്ടോ. വൃത്തത്തിൻ്റെ ഏരിയ πr². വൃത്തസ്തംഭത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² × h. വൃത്തസ്തൂപികയുടെ ഏരിയ 1/3 πr²h. അർദ്ധഗോളം എന്ന് പറയുമ്പോൾ അർദ്ധഗോളത്തിൻ്റെ ഇക്വേഷൻ ആണ് 3πr². അപ്പോൾ നമ്മുടെ ഉത്തരം അർദ്ധഗോളം. വിവേക് 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം പടിഞ്ഞാറ് തിരിഞ്ഞ് 1 കിലോമീറ്റർ നടന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. പ്രാരംഭ ദിശയുമായി ബന്ധപ്പെട്ട് അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണ്? ഇവിടെ നമ്മുടെ വിവേക് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എന്ന് അയാൾ എന്ത് ചെയ്തു? തെക്കോട്ടേക്ക് 10 കിലോമീറ്റർ നടന്നു. ശേഷം പടിഞ്ഞാറേക്ക് അയാൾ 4 കിലോമീറ്റർ നടന്നു. പിന്നീട് വടക്കോട്ടേക്ക് 5 കിലോമീറ്ററും കിഴക്ക് 4 കിലോമീറ്റർ നടന്നപ്പോൾ അയാൾ ഇവിടെ എത്തി? ബി എന്നുള്ള പോയിന്റിലെത്തി. അപ്പോൾ ഏനെ വെച്ച് നോക്കുമ്പോൾ ബി എവിടെയാളെ? എയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ബി ഉള്ളത്. അതായത് വിവേക് അയാളുടെ പ്രാരംഭ ദിശേനെ വെച്ച് നോക്കുമ്പോൾ അയാളെ പ്രാരംഭ സ്ഥലത്ത് നിന്നും തെക്ക് ഭാഗത്തേക്കായിട്ടാണ് ഉള്ളത്. അപ്പം നമ്മുടെ ഉത്തരം തെക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, 15 × 7+3 ഹരിക്കണം 5 -3. ഇവിടെ നമുക്ക് 7+3 ബ്രാക്കറ്റിലാണ് തന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം 7+3 കാണാം. 7+3 നമുക്ക് 10 കിട്ടും. ശേഷം 15 × 10 ÷ 5 -3. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. 15-ൽ 5 ഉണ്ട് അല്ലേ. 3 × 5 ആണ് 15. അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ 5 × 3 × 10 ÷ 5 -3. 5 5 ക്യാൻസൽ ആവും. 3 × 10 30 ആവും. 30 -3 27 ആവും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 0.0004 + 0.00004 എത്ര കൂടുതലാണ്? 2/5. 2/5 നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ 2 നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 2-ൽ 5 പോവാത്തതുകൊണ്ട് നമ്മൾ പോയിന്റ് ഇടണം. പോയിന്റ് ഇട്ടിട്ട് 2-ന് ശേഷം ഒരു 0 ഇട്ട്. അപ്പോൾ നമുക്ക് 20 കിട്ടി. 20-ൽ 5 എത്ര പ്രാവശ്യം പോവും? 4 പ്രാവശ്യം പോവും. ശിഷ്ടം 0 ആണ്. അപ്പോൾ 2/5 എന്ന് പറയുന്നത് = 0.4 ആണ്. ഇനി നമുക്ക് 0.004ഉം 0.00004ഉം കൂട്ടുകയാണെങ്കിൽ നമുക്ക് 0.00044 കിട്ടും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായി? 0.00044 എത്ര കൂടുതലാണ് 0.4? ഇപ്പോൾ 5 എത്ര കൂടുതലാണ് 7? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 5 - 7 അല്ലേ. 5 എത്ര കൂടുതലാണ്? 2 അല്ലേ കൂടുതൽ. അതേപോലെ 0.4 എത്ര കൂടുതലാണ് 0.00044 എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ 0.4-ന്ന് 0.00044 നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.3995 കിട്ടും. അതാണ് നമ്മുടെ ഉത്തരം. ക്ലാസ് കണ്ടവർക്ക് നന്ദി. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.